ഉണ്ണിയേട്ടൻ വന്നു. അയ്യേ, ഇതെന്റെ ഉണ്ണിയേട്ടനൊന്നുമല്ല. ഇതേതോ പിച്ചക്കാരൻ ലോട്ടറി അടിച്ച പോലെ ഉണ്ട്. അനിയനാ? ആരുടെ അനിയൻ? അല്ല, ഉണ്ണിയുടെ അനിയനല്ലേ? അതെ. ആ, ഞാൻ ഉണ്ണിയുടെ ഫ്രണ്ടാ. ദുബായിന്നാണ് വരവ്. എന്റെ പേര് ബിജു. BIJU, ബിജു. നല്ല പേരല്ലേ? അകത്തേക്ക്. നമസ്കാരം. സിസ്റ്റേഴ്സ് ആണല്ലേ? ആളെ കണ്ടപ്പോ ഒന്ന് പേടിച്ചുല്ലേ? പേടിക്കണ്ട, എന്റെ ഏട്ടൻ നല്ല സുന്ദരക്കുട്ടപ്പനാ. ആദ്യം അനിയൻ ഇരിക്കി. ഞങ്ങൾ ദുബായിക്കാരെ ഇരുത്തിയിട്ടേ ഇരിക്കാറുള്ളു. ഇരിക്കി. അച്ഛനാണല്ലേ? എന്റെ മോളുടെ. ഞാൻ വിചാരിച്ചു എന്റെ മോളുടെ ഇരിക്കുന്നു. ഔട്ട് ഹൗസിലെ പുതിയ താമസക്കാരാ. ആ വണ്ടി മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് എടുത്തോ. എല്ലാം ഇങ്ങോട്ടേക്കുള്ളതാ. ഉണ്ണി തന്നുവിട്ടതാണേ. ഉണ്ണി വരുന്നതിനെ കുറിച്ച് വല്ലതും പറഞ്ഞായിരുന്നു? ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപേക്ഷയോ? ലീവിനെ. വലിയ തിരക്കല്ലേ, ഒരു ദിവസം പോലും മാറിയിക്കാൻ പറ്റില്ല. അവിടെ എന്താ ജോലി? എനിക്ക് അവിടെ ഗോൾഡ് ഫാക്ടറിയിലാ ജോലി. തനിക്കല്ല, ഉണ്ണിക്ക്. ഉണ്ണി അവിടെ വലിയ പൊസിഷനിലല്ലേ? നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത പൊസിഷനില് എന്ന് പറയുമ്പോ ദുബായിലെ ഷെയ്ക്കാ. അസ്സലാമലൈക്കും. നല്ല പവറുള്ള ജോലിയാ. ഉണ്ണി ഗവൺമെന്റിന്റെ ഗസ്റ്റ് അല്ലേ? ഫ്രീ ക്വാർട്ടേഴ്സ്, ഫ്രീ ഫുഡ്, ഫ്രീ ഡ്രസ്. ഒരു വലിയ കൊട്ടാരത്തിലല്ലേ താമസിക്കുന്നത്? ഗവൺമെന്റിന്റെ വലിയ കൊട്ടാരത്തില്. ആ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ സ്പെഷ്യൽ പെർമിഷൻ വേണം. സദാസമയം പോലീസ് പ്രൊട്ടക്ഷൻ. ഉറങ്ങുമ്പോ പോലും പോലീസ് കാവൽ. ക്ഷവരം ചെയ്യാൻ പോലും സർക്കാരിന്റെ ബാല്യക്കാരാ. ഫുഡാണെങ്കിലാ 5 സ്റ്റാർ ഫുഡല്ലേ? ചിക്കൻ വേണോ, മട്ടൻ വേണോ, ഡക്ക് വേണോ? ഓ, ഇങ്ങനെ ഒരു മകനെ കിട്ടിയ അമ്മ ഭാഗ്യവതിയാണ് അമ്മേ. ഒരാള് കേറാനുണ്ടേ. കർത്താവേ, ഒരിക്കലും പുറത്തേക്ക് പോകാൻ ഇടവരുത്തല്ലേ. നമസ്കാരം. ഇവിടെ ഒപ്പിട്. ഇത് ആരുടെ ഒപ്പാടാ? എന്റെ അപ്പന്റെ ഒപ്പ. അപ്പം മരിച്ചപ്പോ എനിക്ക് തന്നതാ. മതി മതി മതി. ഈ സാധനങ്ങളൊക്കെ സ്റ്റോറി കൊണ്ട് ഏൽപ്പിച്ച് ഡ്രസ് മാറി സെല്ലോട്ട്. ഞാനിപ്പ ഡീസന്റ് ആയി സാറേ. ഇതെന്റെ പേഴ്സല്ലേ? അതല്ലേ പറഞ്ഞ ഞാൻ ഡീസന്റ് ആയിരുന്നു. പോണ വഴിക്ക് പോലീസ് പിടിച്ചാൽ കൊടുക്കാനൊന്നും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. തുറന്നു നോക്കിയപ്പോ അതിന്റെ അകത്തും ഒന്നുമില്ല. ഇപ്പൊ ഇതിനകത്ത് വല്ലതും ഉണ്ടടാ? തുറന്നു നോക്ക്. പറഞ്ഞു, നിന്നെ പോലെ നല്ല കള്ളന്മാർ ഇപ്പൊ ഇല്ല. സാർ എന്നെ പുകട്ടരുത്, ഞാൻ പെരുങ്കള്ളനാകും. അകത്തോട്ട് പോടാ. ഈ പരോള് കഴിഞ്ഞു വന്ന വഴി ഞാൻ മറന്നു. ചപ്പാത്തി സ്പെഷ്യലിസ്റ്റ് എത്തിയല്ലോ. ഹായ് എവരിബഡി, പൊറിഞ്ഞു വന്നു. ഞാനില്ലാഞ്ഞിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. എന്തായി? നീ പറഞ്ഞ പോലെ കച്ചി വന്ന് കാശുമായിട്ട് ഞാൻ ഡ്യൂട്ടി പേ ഷോപ്പിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ആർക്കും സംശയം തോന്നിയില്ല? സംശയം? ഹേ, ഞാൻ ദുബായിക്കാരായി വിലസിയില്ലേ? എന്റെ ഹെയർ സ്റ്റൈൽ എന്നെ മാറ്റിക്കളഞ്ഞില്ലേ? ഫേസ് ഇത് തന്നെയല്ലേ, പിന്നെന്താ കാര്യം? എത്ര നല്ല ആൾക്കാരാടാ നിന്റെ വീട്ടുകാരി. നീ എങ്ങനെ ആ കുടുംബത്തിൽ പിറന്നടാ? ഇവിടെ നീ പരമശിവം, അവിടെ ഉണ്ണി ദാമോദർ. നീ പെരുങ്കള്ളനാ. എടാ, അവന്റെ ആ മസിൽ കിട്ടിയിരുന്നെങ്കിൽ ഉച്ചക്ക് ബീഫ് ഫ്രൈ ആയിട്ട് കൊടുക്കായിരുന്നു. എന്തു പറ്റി? ആ ഡോക്ടറെ വിളിച്ചു. ഒടുക്കത്തെ കരുനാക്ക്. ചത്താ
എന്താടാ ഒരാള് കിടന്ന് ഉറങ്ങണേന് ഇങ്ങനെ പറഞ്ഞു? നീ എന്താ ഇത് മേടി ആ ഏ? ആ, എല്ലാവരും അങ്ങോട്ട് മാറിക്കോട്ടെ. മാറിക്ക്. പുറകോട്ട് മാറിക്ക്. ആ ഹീസ് വെരി സീരിയസ്. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വരും. ഓക്കെ, മാറ്റാനൊക്കെ വരട്ടെ സാറേ. ഇത് പരമശിവം ചുമ്മാ ഇരി സാറേ. ദേ, ഈ നിൽക്കുന്ന കൃഷ്ണേട്ടൻ കഴിഞ്ഞ ആഴ്ച ക്ഷീണം കൊണ്ട് തളർന്നു വീണപ്പോ ഒരു കപ്പ് വെള്ളം എടുത്ത് മോന്തക്കൊഴിച്ച് എണിപ്പിച്ചുവിടാൻ പറഞ്ഞാളാ ഈ സൂപ്രൻ സാറ്. പിന്നെ ഇവനോട് മാത്രം എന്താ എത്ര സിമ്പതി? നിങ്ങൾ ആരെങ്കിലും കാശ് വെച്ചിട്ടുണ്ടോ? വെറുതെ ഇരി സാറേ. ഇവന്റെ നാവിക്കിട്ട് ഒരു ഒറ്റ തൊഴിലെടുത്തന്റെ അപ്പ എഴുന്നോക്കോ. അവന്റെ പരോളുടെ പേപ്പർ എടുത്ത്. ഇവന് 14 ദിവസം വേണ്ട, 5 ദിവസം മതി. പാടോ. എടാ ചിന്നാടാ, നീ ഇവിടുന്ന് മുങ്ങിയാ പിന്നെ എന്നെ ആരാ ഇതിനകത്ത് വെച്ച് കൊല്ലുക? നീ എന്നെ കൊല്ലുന്നത് കാണാൻ കാത്തിരിക്കല്ലേ ഞാൻ. ഇവൻ എന്നെ മൂടൗട്ടാക്കി അടങ്ങുള്ളൂ. നീ പോയി ജോലി എടുക്കടാ. നീ ഓർത്തോ? ഓർത്തല്ല, ഞാൻ ഡെന്റിസ്റ്റ് പല്ല് ഞാൻ എടുക്കും. നീ സൂക്ഷിച്ചോട്ടോ. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ? സുഖല്ലേ? ബായി കാശും കാറിന്റെ താക്കോല് ഏൽപ്പിക്കാൻ പറഞ്ഞു. ബായി ലോഡ് അയക്കുന്ന എന്തോ കാര്യത്തിന് ബോംബെ പോയിരിക്കുക. വരാൻ കുറച്ച് ദിവസം കഴിയും. നേരെ വീട്ടിലേക്കായിരിക്കും അല്ലേ? എല്ലാരും ഒന്ന് കാണണം. ഭാരതി അമ്മേ, ഭാരതി. ഉണ്ണി, അമ്പിളി, എടി അമ്പിളി. എന്താ അമ്മേ? ഞാൻ ഉണ്ണിയുടെ ശബ്ദം കേട്ടു. ശബ്ദോ? ആ, അവൻ എന്നെ ഭാരതി അമ്മയെന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. അത് അമ്മ എപ്പോഴും ഉണ്ണിയെ കുറിച്ച് ചിന്തിക്കുന്നോണ്ട് തോന്നിയതായിരിക്കും. അല്ലടി, ഞാൻ ഭാരതി അമ്മേ. ഉണ്ണി, ഹായ്. ഭാരതി അമ്മ എന്തിനാ കരയണേ? സന്തോഷം കൊണ്ട. ഊണം കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോയി നിന്നെ 6-7 വർഷം കഴിഞ്ഞല്ലേടാ കാണുന്നത്. അതൊക്കെ പോട്ടമ്മേ. ഇവൾക്ക് വരുന്നുണ്ടല്ലോ സന്തോഷം. എന്താടി? ഉണ്ണിയേട്ടൻ വന്നു. ഓർക്കാപ്പുറത്തല്ല അമ്മ ലീവ് കിട്ടിയത്. അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങാൻ പറ്റിയില്ല. അമ്മയ്ക്ക് ഷുഗറും പ്രഷറും നോക്കാൻ, പിന്നെ നിനക്ക് മിഠായി, ഓടി CD. എടാ, എന്റെ അമ്മോ, ഇവനെ കണ്ടാലിപ്പോ എന്റെ ഏട്ടനെന്ന് പറയൂലോ അമ്മേ. ഇത് പഴയ അളവാ, നിനക്ക് പാകാവൂന്നറിയില്ല. നീ പിടിച്ചേ. എന്താ? ചുമ്മാ ഒന്നുമില്ല. നീ എന്റെ ഷോൾഡേഴ്സ് നോക്കി. ഏട്ടാ, ഇത് ജീൻസ് അല്ലേ? ഓ, ജീൻസ് ആണോ? എന്നാ വേസ്റ്റ് നോക്കിയോ. ഞാൻ നിനക്ക് വേറൊരു സാധനം കൊണ്ടുവന്നുണ്ട്. നമ്മുടെ അനിയത്തി.
ആരാ? ഏയ് നിക്കവിടെ. നീ ഏതാ? നീ എവിടത്തെയാ? ചെവി ഇട്ടൂടെ? സംസാരിക്കില്ലേ? ഞാൻ ആ വീട്ടിലെയാ. ആ വീട്ടില്. അതെന്റെ വീടല്ലേ? ഏട്ടാ നമ്മുടെ പുതിയ വാടകക്കാരാ. ഓ, നല്ല കൂട്ടരാ, നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള കുട്ടിയാ. പേര് ഗോപിക. അയ്യേ, എനിക്ക് പെങ്ങളെ പോലെയാ. അയ്യോ, പെങ്ങളെ പോലെയാണോ? അപ്പൊ നിനക്ക് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആണല്ലേ? നിനക്ക് ഇന്ത്യന്ന് പെണ്ണ് കിട്ടാൻ പറ്റില്ലല്ലോ. ഒന്ന് പോയട്ടെ. നമുക്ക് ഇറ്റലിയിൽ നിന്ന് ഒരു ജെറ്റിലെ തപ്പാം. ഗോപികയുടെ അച്ഛൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അതിന് ഉണ്ണിയുടെ അഭിപ്രായം കൂടെ അറിയണ്ടേ? കല്യാണ കാര്യം പറയുമ്പോ അവൻ എന്തെങ്കിലും പറഞ്ഞൊഴിയും. നോക്കിക്കോ. പെണ്ണ് കാണൽ ചടങ്ങാണെന്ന് ഉണ്ണിയേട്ടൻ്റെ അടുത്ത് ഇപ്പൊ പറയണ്ട. അമ്മേ, ഗോപിയെ ഉണ്ണിയേട്ടന് ഇഷ്ടം ഉറപ്പാ. എന്താടാ അവിടെ ഒരു ഗൂഢാലോചന? ഞങ്ങള് നിന്റെ കാര്യം അതെ അതെ, പറയായിരുന്നു. ഞങ്ങൾ ഏട്ടന്റെ കാര്യം പറയായിരുന്നു. എന്താമേ? ഉണ്ണിയേട്ടൻ ഇവിടെ വന്നിട്ട് ഔട്ട് ഹൗസിൽ താമസിക്കുന്നവരെന്ന് പരിചയപ്പെട്ടോ. അങ്ങോട്ടൊന്ന് കേറി ചെന്നു. ദുബായ്ക്കാരന്റെ പത്രാസെന്ന് അവര് വിചാരിച്ചിട്ടുണ്ടാവും. മോശമായ ഭാരതി. എന്ന് ഇപ്പൊ തന്നെ കണ്ടിട്ട്. ഏയ്, എന്താ എന്താ? ഈ രാത്രിയിലോ? രാത്രി എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. അവിടെ പ്രായമായ ഒരു പെൺകുട്ടിയില്ലേ? ഞാനത് ഓർത്തില്ല. ഞാൻ ആ ഞെരിഞ്ഞില് പോലത്തെ അപ്പൂപ്പനെ കുറിച്ച് ഓർത്തത്. വാ, രാവിലെ പോയാ മതി. മതി. എന്താ ഈ കാണിക്കണേ? അങ്ങോട്ട് തിരിഞ്ഞേ. എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിച്ചമിക്കണേ? ഞാൻ എന്താ കല്യാണ ചക്കനാ? ദുബായ്ക്കാരനല്ലേ, ജാടയ്ക്ക് ഒട്ടും കുറവ് വരുത്തണ്ട. മാത്രമല്ല അവിടെ ഒരു സുന്ദരി പെൺകുട്ടിയില്ലേ ഏട്ടാ? ഞാൻ എന്താ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോവാണ്? നിനക്കെന്താ പറ്റിയത്? നിനക്കെന്താ പറ്റിയത്? ഒന്നുമില്ല. പിന്നെ എനിക്കെന്താ പറ്റിയത്? അമ്മേ പോ. വെറും കൈയോടെയാണോ പോന്നേ? ഞാനത് ഓർത്തില്ല. അങ്ങേർക്ക് സന്തോഷായിക്കോട്ടെ. സ്കോച്ചും സിഗരറ്റും അയാൾക്കൊന്നും ഇഷ്ടമല്ലെന്നേ. പിന്നെ ദേ, ഇത് കൊടുത്താ മതി. എന്താ ഇത്? നീ കൊണ്ടുവന്ന സാരി. അവിടെ ഒരു പെങ്കൊച്ചില്ലേടാ? ഇതെന്താ പുടവെടുക്കൽ ചടങ്ങാണോ? ഹലോ അപ്പൂപ്പൻ. നമസ്കാരം. നമസ്കാരം. അപ്പൊ ആളെ മനസ്സിലായി? ഇന്നലെ മുഴുവൻ വൈദ്യന്റെ അടുത്തായിരുന്നു, അതുകൊണ്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. വരൂ. ഒരു സാരിയാ? എനിക്കോ? അല്ല, ഗോപിക്കാ. നേരിട്ട് കൊടുത്തോളൂ. ഇരിക്കൂ. ഏയ് വീശു. നല്ല അസല് സാധനം കൊണ്ടുവന്നുണ്ട്. സ്കോച്ചാ. എടാ നീ എടുത്തോണ്ടേ. ചുമ്മാ ആളെ കണ്ടറിഞ്ഞൂടെ അടിക്കുന്നു? അല്ല, ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക, പറ്റത്തില്ല. അത് പറ. എന്തായാലും കേശം വൈദ്യരുടെ അടുത്ത് വന്നത് അത് വളരെ നന്നായി. ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും അസുഖമൊക്കെ മാറി ആൾ കുട്ടപ്പച്ചണ്ടാവില്ലേ? അല്ല ഈ ഭക്ഷണക്രമമൊക്കെ? ചായ മാത്രോ? ഈ നാട്ടുമരുന്നൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചായ? അതല്ല, ആ ചായയുടെ കാര്യ പറഞ്ഞത്. ഒറ്റ മോളല്ലേ? അതെ. കെട്ടിച്ചതാണോ? അല്ല, കെട്ടിച്ചില്ലേ നമുക്ക് ആലോചിക്കാന്ന്. എന്തായാലും കുട്ടികൾ ഇങ്ങനെ പുര നിറച്ച് നിർത്തരുത്, എനിക്കിഷ്ടല്ല. ഇങ്ങോട്ട് വന്നേടി മോളെ. അതങ്ങോട്ട് വെച്ചേ, എന്നിട്ട് അങ്ങോട്ട് പിടിച്ചേ. സാരിയാ. ചെറുക്കിനെ നമുക്ക് ഈ നാട്ടിൽ തന്നെ നോക്കിയാലോ? ഹൈ, നാണായോ? സർക്കാർ ഉദ്യോഗസ്ഥൻ വേണോ ബിസിനസ്സുകാരൻ വേണോ? ഹൈ, ഞാൻ തപ്പിയെടുക്കാന്ന്. ചിക്കിളി എന്ത് കൊടുക്കും? എനിക്കൊരു കാര്യം സംസാരിക്കാൻ. വലിയ വലിയ ആൾക്കാർ സംസാരിക്കുമ്പോൾ അത്യാവശ്യ കാര്യം. ഇവന്റെ സ്കോച്ചും കൊടുത്തു വിടാട്ടോ. ചികിത്സ തീരുമ്പോ ആളുണ്ടാവണമെങ്കിൽ താങ്ങാലോ. എന്താണിത്? സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണോ? എന്താടാ? എന്റെ അമ്മ ഏട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. അവിടെ ചെന്നിരുന്ന് ചോദിക്കാ ഈ പെണ്ണിനെ കെട്ടിച്ചതാണോന്ന്. അയ്യോ, ഇത് കുഴപ്പമായോ? അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ട്രാജഡീസ്? ഐ മീൻ ഡിവോഴ്സ്, വിഡോസ്, സംതിങ് ലൈക്ക് ദാറ്റ്? എനി ഫ്ലാഷ് ബാക്ക്? ഒരു ഫ്ലാഷ് ബാക്കും ഇല്ല. പിന്നെന്താ? മോനേടാ, ആ വീട്ടുകാരെ നിനക്ക് ഇഷ്ടായോ? പറയാതിരിക്കാൻ പറ്റില്ലമ്മേ, നല്ല തറവാടികളാ. സാധാരണ ഞങ്ങൾ ദുബായ്ക്കാരോട് ചോദിക്കുന്ന സ്ഥിരം ചോദ്യം ചോദിച്ചില്ല. എന്ത് ചോദ്യം? എപ്പോഴാ തിരിച്ചു പോണേന്ന്. ആ പെണ്ണെങ്ങനെയുണ്ട്? നിന്നെ പോലെ അല്ല, നല്ല അടക്കമൊതുക്കമുള്ള കുട്ടിയാ. കാണാനോ? കാണാനും കൊള്ളാം, മിടിക്കുക, നല്ല സുന്ദര കുട്ടിയാ. അപ്പൊ ഏട്ടൻ ആ പെണ്ണിനെ പിടിച്ചേ. അയ്യോ, ഞാൻ പിടിച്ചിട്ടൊന്നുമില്ല, ഞാൻ തൊട്ടിട്ട് കൂടിയില്ല. എന്റെ അമ്മേ, എടാ മഹാഭാവം പറയരുത് കേട്ടോ. ഞങ്ങളെ ഏട്ടനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയതാ. അപ്പൊ അമ്മേ, ഇപ്പൊ കഴിഞ്ഞ എന്റെ പെണ്ണാണല്ലോ. ഞാൻ ആ അമ്മായിപ്പനെ അമ്മേ, ഇനി പിടിച്ച പിടിയലങ്ങ് കെട്ടിച്ചു വിട്ടോട്ടാ. അമ്മേ, ഇനി നീ ഒന്നും പറയണ്ട. ഈ കല്യാണം ഞാൻ ഉടനെ നടത്താം. പാമ്പല്ല, ഞാനാ. കുട്ടി ഞെട്ടിയോ? ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പാമ്പാണെന്ന്. അല്ല, അത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആരെങ്കിലും കണ്ടാ? കണ്ടാല